നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോയിപ്രം ചരൽക്കുന്നിലെ യുവദമ്പതിമാർ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നിർണായക വീഡിയോ തെളിവുകൾ പോലീസിന്. റാന്നി ആലപ്പുഴ സ്വദേശികളായ യുവാക്കളാണ് ജയേഷിന്റെയും രശ്മിയുടെയും ക്രൂരമർദ്ദനത്തിന് ഇരയായത്. അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ തിരക്കഥ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. റാന്നി സ്വദേശിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. മർദ്ദനമേറ്റവർക്ക് രണ്ടാം പ്രതിയായ രശ്മിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് രശ്മിയും ഭർത്താവ് ജയേഷും ഇരുവരെയും വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് വിലയിരുത്തൽ. കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മർദ്ദനമേറ്റ റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയും ബന്ധുക്കളാണ്. ജയേഷും റാന്നി സ്വദേശിയും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു ആലപ്പുഴ സ്വദേശിയെ ദമ്പതിമാർ വീട്ടിൽ വിളിച്ചുവരുത്തി മർദ്ദിച്ചത്. സെപ്റ്റംബർ 5-ാം തീയതി റാന്നി സ്വദേശിയെയും വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ റാന്നി സ്വദേശി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. റാന്നി സ്വദേശി ആദ്യം പോലീസിനോട് പറഞ്ഞത് മറ്റൊരു മൊഴിയായിരുന്നു. കോഴാഞ്ചേരിയിലുള്ള തന്റെ കാമുകിയുടെ ബന്ധുക്കളാണ് മർദ്ദനത്തിന് പിന്നിലെന്നായിരുന്നു പരാതിക്കാരന്റെ ആദ്യ മൊഴി. ഇത് സംബന്ധിച്ച് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ട്വിസ്റ്റ് ഉണ്ടായത്. അന്വേഷണത്തിനിടെ റാന്നി സ്വദേശി നൽകിയ മൊഴികളിൽ വാസ്തവമില്ല തെളിഞ്ഞു. ഇയാളുടെ കാമുകിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കാമുകിയാണ് ജയേഷും രശ്മിയും തന്നെ കാണാൻ വന്ന കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയത്. റാന്നി സ്വദേശിക്ക് രശ്മിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും അതിനാൽ പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ദമ്പതിമാർ അയാളുടെ കാമുകിയോട് പറഞ്ഞത്. റാന്നി സ്വദേശിയാണ് ഇക്കാര്യം പറയാൻ തങ്ങളെ പറഞ്ഞയച്ചത് എന്നും ഇത് പറഞ്ഞാൽ റാന്നി സ്വദേശിയുടെ കൈവശമുള്ള രശ്മിയുടെ സ്വകാര്യ വീഡിയോകൾ തിരികെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും ജയേഷ് രശ്മിയും അറിയിച്ചു. ഇതാണ് കേസിന് ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. തുടർന്ന് റാന്നിക്കാരന്റെ മൊഴിയെടുത്തു. ഇതോടെ സത്യം മറ്റൊന്നാണ് എന്ന് പോലീസ് കണ്ടെത്തി. റാന്നി സ്വദേശിക്കും ആലപ്പുഴ സ്വദേശിക്കും രശ്മിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഇരുവരെയും ആക്രമിക്കാൻ ജയേഷ് പദ്ധതിയിട്ടതെന്നാണ് നിലവിലെ സൂചന. യുവാക്കളിൽ ഒരാളുടെ കൈവശം രശ്മിയുമായുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടെന്നും ജയേഷിന് സംശയമുണ്ടായിരുന്നു. ഇതോടെ പക വർദ്ധിച്ചു. രശ്മി എല്ലാ കാര്യങ്ങളും ജയേഷിനോട് സമ്മതിച്ചു, ക്ഷമ ചോദിച്ചു. ഇതിന് പിന്നാലെ രണ്ടുപേരെയും തനിക്ക് ഇവിടെ കിട്ടണമെന്ന് ജയേഷ് രശ്മിയോട് പറഞ്ഞു. തുടർന്നാണ് രശ്മിയെ ഉപയോഗിച്ച് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. തിരുവോണ ദിവസം തന്റെ വീട്ടിൽ കൂടാമെന്ന് പറഞ്ഞാണ് ജയേഷും രശ്മിയും റാന്നി സ്വദേശിയെ വിളിച്ചു വരുത്തിയത്. എന്നാൽ വീട്ടിലെത്തിയതിന് പിന്നാലെ കുരുമുളക് സ്പ്രേ അടിച്ച് മർദ്ദനം ആരംഭിച്ചു. കൈകാലുകൾ കൂട്ടിക്കെട്ടി കെട്ടിത്തൂക്കി നഖം പിഴുതെടുക്കാൻ ശ്രമിച്ചു. വീട്ടിലുണ്ടായിരുന്ന ഇരുമ്പ് വടി, പൈപ്പ് റേഞ്ചർ, അതുപോലെ തന്നെ സൈക്കിൾ ചെയിൻ എന്നിവ ഉപയോഗിച്ചെല്ലാം മർദ്ദനം തുടർന്നു. രശ്മി ഓരോ ആയുധവും എടുത്തു കൊടുക്കുകയും ജയേഷ് ഇത് ഉപയോഗിച്ച് മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം രശ്മി മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതിനുശേഷം വിരലുകളിൽ മൊട്ടുസൂചി അടിച്ചുകയറ്റി. പരാതിക്കാരന്റെ ജനനേന്ദ്രിയവും വലിച്ചു പിടിച്ച ഇതിൽ 23 തവണ സ്റ്റാപ്ലർ കൊണ്ട് പിന്നടിച്ചും ക്രൂരത തുടർന്നു. രശ്മിയുടെ ഫോണിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് പോലീസ് കിട്ടിയത്. മർദ്ദനമേറ്റ് അവശനായ റാന്നി സ്വദേശിയെ ജയേഷും രശ്മിയും ചേർന്ന് സ്കൂട്ടറിൽ ഇരുത്തിയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. പരാതിക്കാരനെ നടുവിലിരുത്തിയായിരുന്നു സ്കൂട്ടർ യാത്ര. തുടർന്ന് റോഡരികിൽ ഉപേക്ഷിച്ചു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചെന്ന് പറയണമെന്നും ദമ്പതിമാർ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലുള്ളവരാണ് പോലീസിന് വിവരം നൽകിയത്. റാന്നിക്കാരന്റെ മൊഴി ഇങ്ങനെയാണ്. മുറിയിൽ കെട്ടിത്തൂക്കിയിട്ട ശേഷം വിവസ്ത്രനാക്കി ജനനേന്ദ്രിയത്തിൽ രശ്മിയാണ് സ്റ്റാപ്ലർ പിന്നടിച്ചത്. വേദന കൊണ്ട് പുളഞ്ഞു. കാൽവിരലിലെ നഖം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് പറിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ കുതറി. വലതുകാല് ബലമായി പിടിച്ചുവെച്ച നഖത്തിനടിയിൽ രശ്മി മുട്ടുസൂചി അടിച്ചു കയറ്റി. കമ്പി വടി കൊണ്ട് എന്റെ കാലിലും ശരീരത്തും ജയേഷ് അടിച്ചുകൊണ്ടിരുന്നു. കാൽമുട്ട് പൊട്ടി ചോര ഒലിച്ചു. ആഴത്തിലുള്ള മുറിവിനകത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു. കേട്ടാൽ വിശ്വസിക്കാനാകാത്ത ക്രൂര കൃത്യങ്ങളാണ് തിരുവോണ ദിവസം വൈകിട്ട് കോയപ്രം ആദിലിംപള്ളിയിലെ വീട്ടിൽ നടന്നത്. ജയേഷുമായി 2018 മുതലുള്ള പരിചയമാണെന്നാണ് യുവാവ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരതകൾ. തെളിവെടുപ്പിനായി എത്തിയപ്പോൾ നാട്ടുകാരടക്കമുള്ളവർ ഞെട്ടലോടുകൂടിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഹണി ട്രാപ്പ് ആയിരിക്കാമെന്നടക്കമുള്ളവയും പറയുന്നുണ്ട്. നാട്ടുകാർ ഞെട്ടലോടുകൂടി ആക്രോശിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യുന്നത് കാണാൻ സാധിച്ചിരുന്നു.